2 Timothy chapter 4 verse 7 to 8. I have fought the good fight. I have finished the race. I have kept the faith. Now there is in store for me the crown of righteousness, which the Lord, the righteous judge, will award to me on that day, and not only to me, but also to all who have longed for his appearing. ആലപ്പുഴയിലെ അരുവികൾ അഴകിൻ അരമണിനാദം അരുളിയ ഗീതം. ആലപ്പുഴയിലെ അരുവികൾ അഴകിൻ അരമണിനാദം അരുളിയ ഗീതം. നിലയുടെ തീരത്ത് ആടിപ്പാടി ലയിച്ചൊരു ഗീതം. മയിൽ വാഹനമയ മധുരിത ഗീതം. മയിൽ വാഹനമയ മധുരിത ഗീതം. ഗീതാ ഗീതം ഗീതാ നോവു നീട്ടിയ വാഴ്വുകളിൽ കാരിമേകി ഒഴുകിയ സാന്ത്വന ഗീതം. സ്നേഹസാന്ദ്ര പുഞ്ചിരി തൂകി തൂമയൂടി തുടിച്ചൊരു ഗീതം. ഗീതാ ഗീതം ഗീതാ ഗീതം. മിന്നലഴകൊടി വള്ളുവനാട്ടിൽ മിന്നിമറഞ്ഞൊരു ക്രൈസ്തവ ഗീതം. സൗഹൃദ സുന്ദര സുരഭില ഗീതം. സ്നേഹലാലസ സുഖകര ഗീതം. സൗഹൃദ സുന്ദര സുരഭില ഗീതം. സ്നേഹലാലസ സുഖകര ഗീതം. ഗീതാ ഗീതം ഗീതാ ഗീതം. With blessings from God Almighty, I begin the narration of this visual biography of my late beloved mother, Mrs. Geeta Abraham, who left for her heavenly abode on September 15th, 2023. Although this is a biography of my mother, I begin the biography by saluting my grandfathers, the Chemrikad brothers, C.A. Matthew, C.A. Thomas, C.A. Abraham and C.A. George, who started the iconic bus service Mail Vahanam way back in 1930s, even before the state of Kerala was born, even before KSRTC. They started with the coal engine. So it is a story, it is a family story of hard work, teamwork, delegation, never say die attitude,
deep family values. I also salute my father, C.A. Abraham, who is at present running the bus service, continuing the legacy with great commitment and hard work. This is a tribute to the employees of Mailvahanam Industries and Mailvahanam family who have been with us from 1974. So this year will be a golden jubilee, that is 2024. So tribute also to the employees of Mailvahanam Industries. And also this is a tribute to the artists and arts of Shornur. Especially I have showcased the Tolpavakoothu, a centuries old shadow puppetry, and also Poodan and Tira. And through this arts, I am trying to bring the story of a town, the artist and arts of Kerala. So this is a story of love, resilience, acceptance, breaking convention mindsets, and story of a change maker. ഗീതാമ്മയുടെയായിട്ടൊരു 47 കൊല്ലത്തെ പരിചയമുണ്ട്. പിന്നെ ഇത് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മാഡം എല്ലാം സാധിച്ചു തരും. എന്തുണ്ടെങ്കിലും നമ്മുടെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളോ പറഞ്ഞിട്ട്. പിന്നെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കും ദിവസവും. പിന്നെ ഈ റോട്ടറി ക്ലബിന്റെ പ്രവർത്തനം തുടങ്ങിയ മുതൽ അതിന്റെ പ്രസംഗത്തിന്റെ ടൈപ്പ് ചെയ്യാനുള്ളതൊക്കെ എൻ്റെ അടുത്താണ് കൊടുന്നു തരിക. അങ്ങനെ ദിവസം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. പിന്നെ മാഡം ഇല്ലാന്റെ ഇത് വലിയ നഷ്ടം തന്നെയാണ് ഞങ്ങൾക്ക്. ഗീതാന്റിനെ കുറിച്ച് ഫസ്റ്റ് ആലോചിക്കുമ്പോൾ ആദ്യം വരുന്നത് ഗീതാന്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഓറയുണ്ട്. ഏത് ഒക്കേഷൻ ആണെങ്കിലും ആരുടെ കൂടിയാണെങ്കിലും ആന്റി ഉണ്ടെങ്കിൽ ആന്റി ആ ഒരു ഫുൾ എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഓറയുണ്ട്. അതാണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത്. പിന്നെ ഗീതാന്റി ഷീ ഈസ് സച്ച് എ ഗിവർ. എല്ലാവർക്കും അത് നമുക്ക് വേണ്ടത് ഒരു ഉപദേശമാണെങ്കിലും നമുക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആളത് ഡീൽ ചെയ്യുന്ന ഒരു വേ ഉണ്ട്. നമുക്ക് മാത്രമല്ല എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ സെൽഫ്ലെസ് ആയിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. സോ ഗീതാന്റിയുടെ ഒരു വിയോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഒരു എന്താ പറയാ നികത്താനാവാത്തൊരു നഷ്ടം. ഗീത ചേച്ചി ഞാൻ പരിചയപ്പെടുന്നത് റോട്ടറി ക്ലബിൻ്റെ സ്റ്റാർട്ടിങ് മുതലാണ്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 12 years ആയിട്ടുള്ള ബന്ധമാണ്. ഗീത ചേച്ചി എന്നല്ല, ഞങ്ങൾ ഒരു അമ്മയും മകനുമായുള്ള ബന്ധമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും നിരന്തരം അന്വേഷിക്കുകയും അതിനുള്ള എന്താണ് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ അതിലുള്ള പ്രതിവിധി പറഞ്ഞു തരികയും എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. ഞങ്ങൾ നിരന്തരമായി ദിവസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും ദിവസവും ഫോൺ കോളുമായി ബന്ധപ്പെട്ടിരുന്നു, നിരന്തരം കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഗീത ചേച്ചിയിലൂടെയാണ് ഞാൻ ഒരുപാട് ബിസിനസ്സുകാരെ അല്ലെങ്കിൽ ഒരുപാട് നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുകയും അവരുമായി വേദി പങ്കിടുകയും എല്ലാ സൗഭാഗ്യങ്ങളും ഗീത ചേച്ചിയുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ റോട്ടറി കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടായിട്ടുള്ളതും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഗീത ചേച്ചിയുടെ വിയോഗം ഷൊർണൂരിനും ചെറുതുരുത്തിക്കും അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തെ എല്ലാ സ്ഥലങ്ങളിലും വലിയ തീരാനഷ്ടമാണ്. തീരാനഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആൾ എന്താവശ്യം ഉന്നയിച്ച് ചേച്ചിയുമായി ബന്ധപ്പെട്ടോ ചേച്ചി അതിന് ഒരു പ്രതിവിധി കണ്ടെത്തും. അവരെ എങ്ങനെ സഹായിക്കണം, അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യണം. ഏത് കാര്യം ഈ ചേച്ചിയുടെ കാലത്താണ് എനിക്ക് തോന്നുന്നു ഞാൻ റോട്ടറി പ്രസിഡൻ്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ചേച്ചി ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെറുതുരുത്തിയും ഷൊർണൂരും പരിസരങ്ങളിലായിട്ട് 10-15 വീടോളം ഞങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവരെ കണ്ടെത്തി 15ഓളം വീടുകൾ വെച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിക്കും വള്ളത്തോൾനാർ പഞ്ചായത്തിനും പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വേണ്ടിയിട്ട്
ആംബുലൻസുകൾ കൊടുക്കാൻ സാധിച്ചത് അതൊക്കെ ചേച്ചി ഇനീഷ്യേറ്റ് എടുത്തിട്ടാണ്. അതുപോലെ തന്നെ ഈ അസുഖബാധിതരായി കിടക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ട് ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ശരി, അവിടെ അത് കൊടുക്കാൻ ചേച്ചി ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. പലർക്കും ഒരുപാട് പേർക്ക് അത് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഷൊർണൂരും ചെറുതുരുത്തിയും ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ ഗീത ചേച്ചി മുൻകൈയെടുത്തുകൊണ്ടാണ്. ചേച്ചി പറയും അഷ്റഫെ അത് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളെ ക്ലബിലുള്ള മറ്റു മെമ്പർമാരോട് അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോട്ടമില്ല, അത് ചെയ്യുക എന്നുള്ളതാണ്. Oh, children, here we all love to listen to stories because stories are very interesting and they show the life of somebody very inspiring. So here I will tell you that we all will become stories one day. So it is very important to become a good one. And heroes are remembered, but legends never die. Life is a journey to self-realization, awakening, bliss and discovering yourself. So today children, through this shadow puppetry and Tolpavakutha, I am going to narrate the story of my mother Geeta Abraham, who came from Alleppey, the backwaters, the Venice of East, to Shornoor, to the Nila River, and how she built her own identity and how she became respected in that area. So through this shadow puppetry, Tolpavakutha, I am going to narrate the story of my mother. And we all know that memories, nostalgia are very important in any person's life. So instead of accumulating lot of stuff and things, we must build memories so that we live in hearts. So we are all having a journey, and it is important to build good memories and to live in other people's hearts. So here I will tell you the story of my mother. This is a visual biography from the canals through the river to the sea. ജീവിത ചാരിറ്റബിൾ സൊസൈറ്റി 2010 ആരംഭിച്ചെങ്കിലും നമുക്ക് ഏകദേശം 2011 കൂടിയിട്ടാണ് ഗീതാ മാഡത്തിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട്. അപ്പോൾ 2011 ഞങ്ങൾക്ക് ഒരു ഓണക്കിറ്റ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒറ്റപ്പാലത്തുള്ള ഒരു ട്രസ്റ്റുകാരാണ് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 2011 ആയപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 20 പേരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവർ ഞങ്ങൾക്ക് ട്രസ്റ്റിന്റെ ഒന്നും കിറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി. ആ സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗീതാ മാഡത്തിനെ പോയി കാണുകയും ഗീതാ മാഡത്തിനോട് ഈ ഒരു അവസ്ഥ പറയുകയൊക്കെ ചെയ്തു. അപ്പൊ ഗീതാ മാഡം യാതൊരു മടിയില്ലാണ്ട് ആ 20 പേരിൽ 10 പേർക്കുള്ള ഓണക്കിറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾക്ക് ഗീതാ മാഡത്തിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സഹായം അന്നാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ 2012 ജീവതയുടെ കൈത്താങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങനെ ഓരോ നിർധന കുടുംബങ്ങൾക്ക് ആടിനെ കൊടുക്കുന്ന ഒരു പ്രൊജക്ട് അന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ റോട്ടറി ക്ലബിന്റെ പേരില് മാഡം ഞങ്ങൾക്ക് അന്നൊരു ആടിനെ തന്നു. അതിപ്പോ ഏകദേശം ഞങ്ങൾ ഒരു 23ഓളം ആടുകളെ ഞങ്ങൾക്ക് കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു നല്ല കൈ തുടങ്ങിയത് ഗീതാ മാഡം ആണ് ആ ഒരു പ്രൊജക്ടിന് തുടക്കമിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ 2013 ഇതുപോലെ തന്നെ ജീവത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മർ ക്യാമ്പ് നടത്താറുണ്ട്. ഈ സമ്മർ ക്യാമ്പിൽ വളരെ കുറച്ച് രൂപയാണ് നമ്മൾ കുട്ടികളുടെ അടുത്ത് സമാഹരിക്കാറുള്ളൂ. ബാക്കി അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാനും ടൂറിനും എല്ലാവരും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പല നല്ല മനസ്സുള്ള വ്യക്തികളുടെ മുന്നിൽ പോയി കൈനീട്ടി തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ എത്തിക്കാറുള്ളത്. അപ്പോ ഈ ഒരു വല്ലാത്തൊരു പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോ അപ്പോഴും പെട്ടെന്ന് ഫസ്റ്റ് ഓർമ്മ വന്നത് ഗീതാ മാഡത്തിന്റെ പേരായിരുന്നു. ഞങ്ങൾ പോയി ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് മാഡം എന്ന് പറഞ്ഞപ്പോ ഒരു മടിയില്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ട ആ ഒരു തുക മാഡം ഒരു മടിയില്ലാണ്ട് അപ്പൊ തന്നെ പോയി ഞങ്ങൾക്ക് കൊണ്ടു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായി. ഇതുപോലെ തന്നെ അല്ല ജീവിതരെ സമ്മർ ക്യാമ്പ് ആവുമ്പോഴും വാർഷികാഘോഷം ആവുമ്പോഴും
വനിതാ ദിനാചരണത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടി ആവുമ്പോഴും ഓരോ പരിപാടികൾക്ക് വരുമ്പോഴും മാഡം വരുന്ന സദസ്സിനെ കയ്യിലെടുക്കുന്ന രീതിയിൽ അവർക്ക് കൈമാറാവുന്ന ഒരുപാട് എനർജി, നല്ല നല്ല ആശയങ്ങൾ കൈമാറാവുന്ന രീതിയിലത്തെ ഒരു പ്രസംഗം തന്നെയാണ്. നല്ല നല്ല ആശയങ്ങളാണ് മാഡം ഞങ്ങളുടെ ഓരോ പരിപാടികളിലും വന്ന് അവതരിപ്പിക്കാറുണ്ടായിരുന്നത്. ഗീതാ മാഡം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഗീതാ മാഡം എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് സത്യത്തിൽ ഗീതാ മാഡത്തിന്റെ ആ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത്. നല്ലൊരു മനസ്സുള്ള, എപ്പോഴും ചിരിച്ചിട്ടുള്ള, എപ്പോഴും എല്ലാവരിലും എനർജി മാത്രം പാസ് ചെയ്യുന്ന, എല്ലാവരിലും നന്മ മാത്രം കാണുന്ന, പോസിറ്റീവായി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശരിക്കും ഗീതാ മാഡം. എനിക്ക് ഗീതാ മാഡത്തിനെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും അറിയില്ല എങ്ങനെയാ പറയേണ്ടതെന്നുള്ളത്. ഇപ്പോഴും നല്ലത് മാത്രമേ മാഡത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളൂ, ജീവിതയുടെ എല്ലാ അംഗങ്ങൾക്കും. ഷൊർണൂരിലെ സാമൂഹിക ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ശ്രീമതി ഗീത എബ്രഹാമിൻ്റെ വിയോഗം പ്രത്യേകിച്ച് ഷൊർണൂർ നിവാസികൾക്ക് വലിയൊരു തീരനഷ്ടമാണ്. ഈ ജീവകാരുണ്യ മേഖലയിൽ പുതിയൊരു പാത തുറന്നുകൊണ്ട് റോട്ടറി ക്ലബ്ബ് എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വന്നുകൊണ്ട് ഷൊർണൂർക്കാർക്ക് തന്നാൽ കഴിയുന്ന രൂപത്തിൽ തുറന്ന മനസ്സോട് കൂടിയിട്ട് ആരെയും സഹായിക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപാട് പ്രവർത്തനം കാഴ്ചവെച്ച ഗീത എബ്രഹാം, അത് 2018 പ്രളയം മുതൽ അതുപോലെ തന്നെ കൊറോണ കാലത്ത് ഒട്ടേറെ ആളുകളെ സഹായിച്ചുകൊണ്ട് സാമൂഹിക പ്രവർത്തനം പുതിയൊരു മാതൃക തന്നെ കാട്ടിച്ചുകൊണ്ട് നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് വളരെ സഹായകരമായ രൂപത്തിൽ പുതിയ പുതിയ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിക്കൊണ്ടിരുന്ന വ്യക്തിത്വമാണ് ശ്രീമതി ഗീത എബ്രഹാം. അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലയിൽ ആതുര സേവന രംഗത്തായാലും വേണ്ടില്ല, വീട് നിർമ്മാണ രംഗത്തായാലും വേണ്ടില്ല, ഒട്ടേറെ പുതിയ പുതിയ സൃഷ്ടികൾ സൃഷ്ടിച്ചുകൊണ്ട് ഷൊർണൂർക്കാർക്ക് മൊത്തത്തിൽ ഷൊർണൂരിൻ്റെ വികസന രംഗത്തും പുതിയ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് പൊതുപ്രവർത്തകർക്ക് ആകെ തന്നെ മാതൃകയാകുന്ന രൂപത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ച വ്യക്തിത്വത്തിനുടമയാണ് ഗീത എബ്രഹാം. അതുപോലെ തന്നെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഓരോരുത്തരും നിർദ്ദേശിക്കാനും അതുപോലെ ശാസിക്കാനും മാതൃകാപരമായ പ്രവർത്തനം അഭിനന്ദിക്കാനും വളരെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഗീത എബ്രഹാം. ഗീത ചേച്ചി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. 25 വർഷമായിട്ട് അവരെ അറിയുമെങ്കിലും കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് 2013 മുതലാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ റോട്ടറി ക്ലബ്ബ് ഓഫ് ഒറ്റപ്പാലം പ്രസിഡൻ്റായിരുന്നു. ആ സമയത്താണ് ഷൊർണൂരിൽ ഒരു റോട്ടറി ക്ലബ്ബ് തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് പലരെയും സമീപിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കണ്ടതിലെ പ്രധാന വ്യക്തിയായിരുന്നു ഗീത ചേച്ചി. അവർ ആ ക്ലബ്ബിൽ വന്നതോടു കൂടിയിട്ടാണ് ആ ക്ലബ്ബ് ഇന്ന് കാണുന്ന ഹൈറ്റ്സിൽ എത്തിയിട്ടുള്ളത്. റോട്ടറി പിന്നീട് 2013 അവർ റോട്ടറി ക്ലബ്ബ് ഓഫ് ഷൊർണൂർ പ്രസിഡൻ്റായി. ആ സമയത്ത് ഒരുപാട് അർഹതപ്പെട്ട ആളുകൾക്ക് വീടുകൾ വെച്ച് കൊടുക്കാൻ അവർക്ക് സാധിച്ചു. പിന്നെ നല്ലൊരു ടീമിനെ ഷൊർണൂർ ഡെവലപ്പ് ചെയ്യാൻ ഗീത ചേച്ചിയുടെ നേതൃത്വത്തിൽ സാധിച്ചു. ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള എന്തിനും തയ്യാറായിട്ട് ഗീത ചേച്ചി എന്ത് സേവന പ്രവർത്തനം പറഞ്ഞാലും അതിൻ്റെ മുന്നിൽ നിന്ന് ഗീത ചേച്ചി നയിക്കും. കൂടെ ചെയ്യാൻ നല്ലൊരു ടീം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഗീത ചേച്ചി നല്ലൊരു മോട്ടിവേറ്ററാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ മോട്ടിവേഷണൽ സ്പീച്ചസ് പല സ്കൂളുകളിലും നടത്തുകയുണ്ടായി. അതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ട് ആ വർഷത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രസിഡൻ്റായിട്ട് റോട്ടറി ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് അവരെ തിരഞ്ഞെടുത്തു. പിന്നീട് അങ്ങോട്ട് റോട്ടറിയിൽ അവർ അസിസ്റ്റൻറ്റ് ഗവർണർ, ഡിസ്ട്രിക്ട് ഡയറക്ടർ എന്നീ പോസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അവരുടെ സേവന സന്നദ്ധത തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ അവരുടെ മറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും സന്തോഷവതിയായിരിക്കും. പിന്നെ എൻ്റെ മക്കളൊക്കെ പറയും, എനിക്ക് 2 പെൺമക്കളാണ്, അവരൊക്കെ പറയും ഗീത ചേച്ചി ഒരു റൂമിൽ വന്നാൽ ആ റൂമിലാകെ ഞങ്ങൾക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഏത് സമയത്തും ചിരിച്ചും കൊണ്ടല്ലാതെ ഞങ്ങളാരും ഗീത ചേച്ചിയെ കണ്ടിട്ടില്ല. അങ്ങനെ ഗീതകുസുമയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ ഇവിടെ വരുമ്പോഴൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും കുശലങ്ങൾ പറയാനും പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഒരുപാട് താല്പര്യമെടുക്കുന്ന ഒരാളാണ് ഗീതാകുസുമ. അതുപോലെ തന്നെ ഞങ്ങളുടെ അംഗങ്ങൾക്ക് ശിശുമാർക്ക് ചൂടുവെള്ളത്തിന് സൗകര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം ഗീതാകുസുമയുടെ പ്രത്യേക താല്പര്യത്താൽ റോട്ടറി ക്ലബ്ബ് ഞങ്ങൾക്ക് വാങ്ങി തന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ വർഷം 2023 ഓണാഘോഷം നടത്തിയത് ഗീതാകുസുമയാണ്. ഇവിടെ കുടുംബസഹിതം വരികയും ഞങ്ങളോടൊപ്പം ഓണക്കളിയും ഓണപ്പാട്ടുമൊക്കെ ആയിട്ട് നടത്തുകയും ഭക്ഷണം കഴിക്കുകയും ഒരുപാട് സമയം
ഇവരോടൊപ്പം കളി കളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതിന് ഒരുപാട് സമയം ചെലവഴിച്ച് വലിയൊരു ഓർമ്മയാണ് ഞങ്ങൾക്ക്. എപ്പോഴായാലും ഈ മക്കൾക്ക് എന്തിനേലും കുറവുണ്ടെന്ന് കണ്ടാൽ അത് കണ്ടറിഞ്ഞ് വരുമ്പോഴൊക്കെ മിഠായിയായിട്ട് മറ്റു പലതുമായിട്ട് വന്ന് ഇവരുടെ മനസ്സിൽ ഗീതപ്രസംഗം വലിയൊരു നല്ല ഓർമ്മയാണ്. The Mailvahanam bus is the pride of Valluvanad since 1930. So here it is celebrating 90 plus years of service. An odyssey through times, a Mailvahanam journey experience. In the realm of transportation, there exist visionaries whose hard work and foresight have left an indelible mark. C.A. Matthew, C.A. Thomas, C.A. Abraham and C.A. George, the architects behind the journey of Mailvahanam bus service, exemplify this spirit. Since its inception in 1930, Mailvahanam has been the heartbeat of Valluvanad, connecting people across Kerala, and starting with a humble steam engine, the service evolved under their stewardship, introducing iconic models like the Benz, Leyland and Tata engines to travelers. Beyond mere transportation, Mailvahanam transcends into an emotion of the people of Palakkad. It is more than a bus service, it's a legacy built on unwavering dedication, service and commitment to the community. Here's to the visionaries who transformed a service into an integral part of Palakkad's identity. ഗീതയെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു 45-50 കൊല്ലം ആയി കാണണം എൻ്റെ അറിവ്. ആദ്യമായി ഞാൻ ഗീതയെ കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട രമണി ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നു. അന്ന് ഗീത വിവാഹിതയായി ഷൊർണൂരിൽ താമസം തുടങ്ങിയ കാലം. പിന്നീട് ഗീതയായി കൂടുതൽ അടുക്കാൻ ഉള്ള സന്ദർഭം കിട്ടിയത് മഹിളാ സമാജത്തിൽ ചേർന്നതിൻ്റെ ശേഷമാണ്. ഗീതയും ഞാനും ഏതാണ്ട് ഒരു സമയത്ത് തന്നെയാണ് മഹിളാ സമാജത്തിൽ അംഗങ്ങളായത്. കുറേ കാലം ഞങ്ങൾ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ആയി കഴിഞ്ഞു. ആദ്യകാലം രമണി ചേച്ചി ആയിരുന്നു, പിന്നീട് KPN മേനോൻ്റെ ഭാര്യ, പിന്നെ ഗീതയുടെ അമ്മച്ചി, എല്ലാവരെയും ഊഴം കഴിഞ്ഞപ്പോഴാണ് ഗീത പ്രസിഡൻ്റായി വന്നത്. ഗീത പ്രസിഡൻ്റായി വന്നപ്പോൾ ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്നു, മോളി എബ്രഹാം ഉണ്ടായിരുന്നു, രാധാലക്ഷ്മി ടീച്ചർ, അങ്ങനെ പലരും ഉണ്ടായി. ഞങ്ങൾ വളരെ ഉല്ലാസത്തോടു കൂടി ആത്മധൈര്യത്തോടു കൂടിയും മഹിളാ സമാജം കൊണ്ട് നടത്തിയിരുന്നു. അന്നൊക്കെ നല്ല സന്തോഷവും എല്ലാവരും ആക്റ്റീവുമായിരുന്നു. പിന്നീട് അതെന്തുകൊണ്ടോ ശനിപ്പഴയുടെ വലിപ്പം കൊണ്ട് അത് ഇല്ലാതായിപ്പോയി. എങ്കിലും ഞങ്ങൾ കുറച്ച് പേര് കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഗീത മഹിളാ സമാജത്തിൽ മാത്രമല്ല, റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, പോട്രി തുടങ്ങിയ എല്ലാ സംഘടനകളും ഗീത ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്കും ഒരു പ്രത്യേക ഉന്മേഷമായിരുന്നു. പിന്നെ ആ കുട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ വനിതകളെ പോലെ അല്ല, ഭയങ്കര ചെയർഫുള്ളായിട്ടാണ് എപ്പോഴും കാണുക. സന്തോഷവതിയായിരുന്നു. ഞങ്ങളെയൊക്കെ വീട്ടിൽ ചെന്നാൽ സ്വീകരിക്കുന്നത് തന്നെ വാ വാ പറഞ്ഞ് ഒരു പൊട്ടിച്ചിരിയോട് കൂടിയായിരുന്നു സ്വീകരണം. ആ പൊട്ടിച്ചിരി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിൽ സന്തോഷം താനേ നിറയും. കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീമതി ഗീത എബ്രഹാം, അവരുടെ ഓർമ്മകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഷൊർണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തീരാ നഷ്ടമാണ് ശ്രീമതി ഗീത എബ്രഹാമിൻ്റെ വിയോഗം.
ഷൊർണൂരിൽ ഇന്ന് കാണുന്ന പലതരത്തിലുള്ള വികസന പദ്ധതികളിലും ഗീത എബ്രഹാമിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് അവർ പിരിഞ്ഞു പോയത്. ഏത് വിഷയമെടുത്താലും റോട്ടറി എന്ന് പറയുന്ന സംഘടനയെ ഷൊർണൂരുകാരുടെ ഹൃദയത്തിൽ ചേർത്ത് പിടിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഗീത എബ്രഹാം. ഒരു സാമൂഹിക പ്രവർത്തക എങ്ങനെയാവണം എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗീത ചേച്ചി. നമുക്കറിയാം, ഇവിടെ വാർഡ് കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ, ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ ഞങ്ങൾ ആദ്യം വിളിക്കാവുന്ന, ഞങ്ങൾക്ക് ഏതൊരു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ആദ്യം ഡയൽ ചെയ്യുന്ന നമ്പർ ഗീത ചേച്ചിയുടെയാണ്. മരിക്കുന്നതിൻ്റെ അവസാന നാളുകളിലും ഗീത ചേച്ചി പങ്കുവച്ചത് ഷൊർണൂരിൻ്റെ വികസനത്തിനെ കുറിച്ചാണ്. ഷൊർണൂരിലെ ഒരുപാട് പദ്ധതികൾ ഗീത ചേച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു. ആ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ഗീത ചേച്ചിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഷൊർണൂരിൽ വന്ദേ ഭാരത് ഷൊർണൂരിൽ സ്റ്റോപ്പ് വന്ന സമയത്ത് ഗീത ചേച്ചിയുടെ ആ ഇടപെടലും ആ ആഹ്ലാദവും നമ്മൾ കണ്ടതാണ്. കാരണം മറ്റാർക്കുമില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ഇടപെടൽ ഒരു സാമൂഹിക പ്രവർത്തക എന്ന രീതിയിൽ ഗീത ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതൊരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ അവതരിപ്പിച്ചാലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ വളരെയധികം കഴിവുള്ളൊരു വ്യക്തിയാണ് ഗീത എബ്രഹാം. ഞാൻ മിസ്സസ് ക്രിസ്റ്റിക്കോര. ഗീതയെക്കുറിച്ച് 2-3 കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ട്. ഗീത ഞാൻ ആദ്യം കാണുന്നവരുടെ തപാച്ചലി ഗീതയുടെയും കല്യാണത്തിനാണ്. പിന്നെ അങ്ങനെ പരിചയമൊന്നുമില്ലല്ലോ. പിന്നെ പതുക്കെ പള്ളിയിലൊക്കെ വരുമ്പോൾ എല്ലാവരുമായി വർത്താനം പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു 45 to 47 ഇയേഴ്സ് പരിചയമുണ്ട്. ഇപ്പോൾ ഗീതയ്ക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഗീത കാര്യമാക്കിയിരുന്നില്ല. അതിനൊക്കെ വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. ഗീത ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു. ഏറ്റവും മുൻപിൽ ദൈവത്തെ നിർത്തിയിരുന്നു. പള്ളിയിലൊക്കെ വന്ന ഗീത എപ്പോഴും സ്തോത്രം പറയുമായിരുന്നു ഈ സൗഖ്യം ലഭിച്ചതിന്. അങ്ങനെ ഗീതയോട് എനിക്കൊരു വലിയ ഇഷ്ടമായി. ഞങ്ങൾ ഫ്രണ്ട്സായി. ഗീത ഇടയ്ക്കൊക്കെ ഇവിടെ വരും, ഞാൻ വല്ലപ്പോഴും അവിടെയും പോകും. പിന്നെ ഗീത അങ്ങ് ഭയങ്കര ബിസിയായി. ഓരോ കാര്യങ്ങളിലൊക്കെ ഗീത പങ്കെടുത്തിരുന്നു. പിന്നെ റോട്ടറി ക്ലബിലൊക്കെ ഗീത എല്ലാത്തിലും സ്ഥാനം വഹിച്ചിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ലേറ്റ് ഡോക്ടർ കോരയോട് വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ എല്ലാ ഡെത്ത് ആനിവേഴ്സറിക്ക് എനിക്ക് എഴുതും, ഹി വാസ് എ ജെം എന്നെഴുതും. ഞാനതെപ്പോഴും ഓർക്കും. കാരണം ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ മിക്കവാറും ഇവിടെ കൊടുത്തയക്കും. ഒത്തിരി സാധനങ്ങൾ, കേക്ക് മുതലായ ബിരിയാണി പോലെയുള്ള എല്ലാം കൊടുത്തയക്കുമായിരുന്നു. ഗീതയ്ക്ക് വലിയ കാര്യമായിരുന്നു. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഗീത ഒരു 5-6 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഒരു സ്മാർട്ട് ടീച്ചർ എന്നുള്ളൊരു പരിപാടി കൗമുദി TV-ക്കാരുടെ എനിക്കതിന് ഒരു ടോക്ക് നടത്തുന്നതിനുള്ള വലിയ സൗകര്യം തന്നു. ദോ ഐ എം നോട്ട് സ്മാർട്ട്, ഒരു വലിയ കാര്യം തന്നെയായിരുന്നു. ഞാനത് ഗീതയോട് പറഞ്ഞ് എനിക്ക് പേടിയാൻ പറയുകയില്ല. അപ്പോൾ ഗീത എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തു. പറ്റുകയില്ല, ഗീത ക്രിസ്റ്റിക്ക് പറ്റും, പറയണം, അവസാനം ഒരു പാട്ടുകൂടെ പാടിയേക്കണം കേട്ടോ എന്ന് പോലും എന്നോട് പറഞ്ഞു. ഞാനത് ഭംഗിയായിട്ട് നിർവഹിച്ചു. ഗീതയ്ക്ക് വലിയ സന്തോഷമായിരുന്നു അത്. പിന്നെ മറ്റുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യാനും അക്നോളജ് ചെയ്യാനുമുള്ള ഗീതയുടെ കഴിവ്, ഗീതയുടെ ആ സ്വഭാവം ഭയങ്കര നല്ലതായിരുന്നു. എല്ലാവരെയും സാധാരണക്കാരെയൊക്കെ മുമ്പിൽ കൊണ്ടുവരും. എല്ലാവരും ഓരോന്ന് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം.
In the quietude of Alapi, the Venice of East, the land of Vallamgali, boat race, and the backwaters, the Vembanad lakes, where waters whisper tales of time, Mrs. Geeta Abraham, known then as Mary Jacob or Kochuvawa, as she was the youngest of four of the Vallakalil family, born to Mr. Perumal Jacob Vallakalil and Mr. Kunyunyamma Jacob, unfurled the chapters of her life. She had a very happy childhood with her siblings Premi, Reena, Thomachan, and she was the youngest of four and she was the darling of the family. She was loved by her relatives, cousins, and friends. She studied at St. Joseph College, Alapi, and St. Joseph School, Alapi. And May 19th, 1974, she got married to my father, Mr. C.A. Abraham, fondly known as Thambachan. So here begins a love story where all those who are fortunate enough to know her will know her as a very loving and charming lady. So Mr. C.A. Abraham of the Mailvaganam family wasn't just a life partner to her. He was the guardian of her dreams, the anchor in the storm, and the architect of her aspirations. He ensured that Geeta, my mother, had not only the love but also the resources and the right people by her side to transform her visions into reality. To me and my brother Rohan, Amma wasn't just a mother. She was our guiding star, a friend, a teacher, and the true hero of our lives. In her teachings, she wove pearls of wisdom, compassion, and the essence of brotherhood. Beyond nurturing our hearts, she instilled the fundamentals of entrepreneurship, laying the foundation for our journey. Amma and Acha, they were a formidable team steering the success of the Mailvaganam bus service, the enduring heartbeat of Kerala's transportation. Their collaborative efforts also resonated in the Mayura brand, a legendary cast iron factory situated in Shornur, crafting domestic utensils like the appachatti, cheenachatti, doshakalla, and agricultural implements like the pickaxe, mamati, and spade. So this was started in 1974 by my father, C.A. Abraham or Thambachan. He was working in Thrissur Engineering College as an assistant lecturer, and after that, in 1974, he started the Mailvaganam Industries, the cast iron factory, and started the Mayura brand of cast iron. We have dealers around Kerala and also in other states of India. And also, Amma's compassion transcended family ventures. It reached out to the Kumbara tribes in Shornur. Her creativity ignited theirs, encouraging the crafting of designer terracotta pots. Not content with just the local impact, Amma formed a society for the Kumbara tribes, enabling their artistry to reach global audiences. So these Kumbara tribes are a part of Shornur, and when K.R. Narayanan was in Shornur, under the leadership of his wife, Mrs. Usha Narayanan, they had collaborated with my mother and formed the Shornur Porters Welfare Society for the upliftment of these tribes. And they had made beautiful handcrafted terracotta pots, and my mother got these pots a global reach by exporting them. Amma's roots were deeply embedded in the backwaters of Alapi, and her love knew no boundaries. It extended beyond our immediate family to embrace sisters, brothers, grandchildren, in-laws, and an expansive network of extended family.
Her love, like the rhythmic flow of those backwaters, was constant and nurturing. And in the grand symphony of her life, Amma wasn't just a soloist. She was the conductor orchestrating dreams and a beacon of change. And my father's unwavering support and my mother's indomitable spirit formed a partnership that didn't just echo through time, it etched a lasting legacy on Shornoor's canvas. ആദ്യം തന്നെ എൻ്റെ എല്ലാമായ ഗീ ചേച്ചിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ശിരസാ നമിക്കുന്നു. 1987 മുതൽക്ക് തന്നെ തുടങ്ങുന്നു ഗീ ചേച്ചിയുമായുള്ള ബന്ധം. ഗീ ചേച്ചിയുടെ മകൻ രോഹന് മാത്സ് ട്യൂഷന് തുടക്കം കുറിച്ച് പിന്നീട് ഞാനൊരു മാത്സ് ടീച്ചറായി വളർന്നത് തന്നെ ഈ തുടക്കം മുതൽക്കാണ്. റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ KVRHSൽ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു തന്ന് ഞാനന്ന് HM ആയിരിക്കുമ്പോഴാണ്. അതിൽ ഗീത ചേച്ചിയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ജീവിതത്തിൽ എത്രയും ഗീത സഹായ സഹകരണങ്ങൾ ഗീ ചേച്ചി ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സംശയങ്ങൾ ഓരോന്ന് വരുമ്പോൾ എനിക്കറിയുന്ന മാതിരി ഞാൻ ഗീ ചേച്ചിക്കും ഗീ ചേച്ചിയുടെ ഉപദേശങ്ങളും എനിക്കെൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വഴിത്തിരിവായിട്ടുണ്ട്. വിഷമഘട്ടങ്ങളിൽ സാന്ത്വനമേകുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയായിട്ടാണ് ഞാൻ ഗീത ചേച്ചിയെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ കുടുംബത്തിലെ തമ്പാച്ചനും എൻ്റെ പ്രിയപ്പെട്ട മക്കളായ രൂപയും രോഹനും നമ്മുടെ കുടുംബവുമായി വളരെ സൗഹാർദ്ദത്തിലായിരുന്നു. എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും തന്നെ ഈ ചേച്ചിയെ അത്രമേൽ സ്നേഹിച്ചിരുന്നു, ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഷൊർണൂരിൽ എന്താവശ്യത്തിനും ഒരു ഉപദേശത്തിനും എനിക്ക് ഈ ചേച്ചി ഇല്ലാത്തത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു തീരാനഷ്ടമായി ഞാൻ കാണുന്നു. 48 വർഷം മുൻപേ ചെമ്മരിക്കാട് തറവാട്ടിൽ തമ്പാച്ചൻ്റെ പത്നിയായി മയിൽവാഹനം ഗ്രൂപ്പിൽ ഷൊർണൂർ നഗരത്തിൽ എത്തിച്ചേരുകയുണ്ടായി. എത്തിച്ചേർന്നതിന് ശേഷമാണ്, അന്ന് അവർക്ക് 6 ബസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗീത മാഡം എത്തിച്ചേർന്നതിന് ശേഷം 120 പരം ബസ്സുകളായി പാലക്കാട് ജില്ല മുഴുവൻ, പാലക്കാട് അതുപോലെ തന്നെ തൃശ്ശൂർ മേഖലയിലും അതുപോലെ മറ്റുള്ള മേഖലയിലുമെല്ലാം അവരുടെ ബസ് സർവീസ് ഏറ്റവും മനോഹരമായി നടത്തപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ഈ ഗീത മാം പ്രകൃതിയെയും നാടിനെയും നഗരത്തെയും അതുപോലെ കലാകാരന്മാരെയും നാടിൻ്റെ സംസ്കാരത്തെയും എല്ലാം സ്നേഹിക്കുകയും ആ സംസ്കാരത്തെ എല്ലാം എല്ലായിടങ്ങളിലേക്കും എത്തിക്കപ്പെടുകയും ചെയ്ത ഒരു മഹത് വ്യക്തി കൂടിയാണ് ഗീത മാം. പക്ഷികളെയൊക്കെ, അതായത് പൂമ്പാറ്റയും അതുപോലെ തന്നെ പക്ഷികളെ വളർത്തുക, പക്ഷികളുടെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുക. അതുമാതിരി തന്നെ എനിക്ക് പത്മശ്രീ അവാർഡ് ലഭിച്ച ആ കാലഘട്ടത്തിൽ റോട്ടറി ക്ലബിൻ്റെ മുഖ്യസ്ഥാനം വഹിച്ചിരുന്ന മാം എന്നെ ആദരിക്കുകയുണ്ടായി. അപ്പൊ കലാകാരന്മാരെ സ്നേഹിക്കുകയും കലാകാരന്മാരെ ആദരിക്കുകയും നാടിൻ്റെ വേണ്ടതായിട്ടുള്ള നാടിൽ എന്തെല്ലാമോ പോരായ്മകളുണ്ടെങ്കിലും അതെല്ലാം എത്തിച്ചേർന്നുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ഈ ഗീത മാം നാടിൻ്റെ തന്നെ ഏറ്റവും അഭിമാനമാണ്. നമുക്ക് ഏവർക്കും സ്മരിക്കാവുന്ന അവരുടെ എല്ലാ രീതിയിലുള്ള പ്രവൃത്തികൾക്കും എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഗീതാന്റിയെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ, ഗീതാന്റി കടന്നുപോയിട്ട് കുറച്ച് മാസങ്ങളെ കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഒരുവിധം എല്ലാ ദിവസങ്ങളും ഞങ്ങൾ ഗീതാന്റി ഓർക്കാനുള്ള പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ദിവസങ്ങളായി, ഇത്രയും മാസങ്ങളായി. എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണ്, ഗീതാന്റിയായിട്ടുള്ള എനിക്ക് ഗീതാന്റി പകർന്നു തന്നപ്പോൾ ഒത്തിരി എനിക്ക് നല്ല ഗുണങ്ങൾ എന്നല്ല, ഞാൻ അത് അനുവർത്തിക്കുമെന്നൊന്നും എനിക്ക് മുഴുവനായിട്ടും പറയാൻ പറ്റില്ല. അതിലൊരു ഗുണം ഞാൻ ഇവിടെ പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഗീതാന്റി പറയുമായിരുന്നു, ആര് വന്ന് നമ്മുടെ മുമ്പിൽ കൈ നീട്ടിയാലും അവരെ വെറും കൈയോടെ വിടരുതെന്ന്. അതിപ്പോ എനിക്ക് കൊടുക്കാവുന്ന ചിലപ്പോൾ 1 രൂപയായിരിക്കും, അല്ല 5 രൂപയായിരിക്കും, 10 രൂപയായിരിക്കും. അത് സന്തോഷത്തോടെ കൊടുക്കണം എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് മുഴുവനായിട്ടും അത് നിവർത്തിക്കാൻ സാധിച്ചോന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്കൊരു 50% എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം സഹായിച്ച് ഗീതാന്റി ഞങ്ങളുടെ കുടുംബത്തിനായാലും ഞങ്ങളുടെ ഭവനങ്ങളായാലും ഗീതാന്റിയുടെ ഒരു പ്രസൻസ് വലുതായിരുന്നു. ഒത്തിരി
My mother's vivacity was infectious. Her boundless energy, quick wit, and organizational prowess made her the life force behind family events, church gatherings, club meetings, and more. She was a true go getter, fearlessly initiating conversations and leaving no room for inhibitions. I clearly remember her participating so actively in the church activities by singing the choir songs and reading the passages. Her voice was the loudest. She was so active in all the spiritual and church activities. Beyond her role in community service, my mother was a multifaceted artist. She found joy in dance. Especially, she was a talented Mohiniyattam artist who had performed for the Doordarshan Nirtha Mandapam way back in the 1980s. She found joy in dance as the very world famous Kerala Kalamandalam was nearby, and she had very good gurus like the late Kalamandalam Leelama teacher and also Sujata Udaykumar. She found joy in dance, the melodies of the veena, and the art of reciting poetry. Her confidence in speaking with anyone, regardless of their position, any subject, fearless, reflected her charismatic personality. Amma's entrepreneurial spirit mirrored her approach to life, fearless and unwavering. A two-time cancer survivor, she faced adversity head-on and emerged victorious. Her spiritual journey was reflected in the rhythm of her days. Her days started and ended with prayer, reading the Bible always. Her active participation in church activities showcased her spirited voice, resonating with passion for prayer, song, and scripture. Her legacy lives on in the projects she championed, from the Miyawaki Garden at St. Therese School, Shornur, to the Gandhi Statue Initiative. These two projects were done at St. Therese High School, Shornur, where I also studied for 6 years, and I'm really proud that she did this project, especially the Miyawaki Garden, for her 70th birthday. That was in November 16th, 2022. We had planted 70 trees to celebrate her birthday. Amma adorned herself in vibrant colors and cherished capturing moments through photographs that immortalized the joy that surrounded her. She loved taking photographs and selfies. So, as I reminisce about Amma, I see a charismatic personality, a dancer, an entrepreneur, a mentor, and above all, a loving presence in the lives of her children and grandchildren. Her heart of gold left a legacy that continues to thrive through the countless lives she touched. Amma, with her enduring love and compassion, has shown us the power of a life well lived, leaving behind a legacy that will forever be etched in our hearts. ഗീത അബ്രഹത്തെ പരിചയപ്പെടുന്നത് 2019 ആ 2019 മുതൽ ഈ ഭൂമിയിൽ നിന്നും അവർ പോകുന്നത് വരെ നമ്മുടെ ഈ വിദ്യാലയത്തോട് വളരെയധികം അടുത്തൊരു ബന്ധമാണ് അവർക്കുണ്ടായിരുന്നത്. ഈ മിയാവോക്കി ഗാർഡൻ, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ, ഇതൊക്കെ തന്നു. കൂടാതെ വളരെയധികം നല്ല കാര്യങ്ങൾ നമ്മുടെ സ്കൂളിന് വേണ്ടി ചെയ്യുവാനായിട്ട് അവർ മുൻകൈയെടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. മൈലവാനം കുടുംബത്തിൻ്റെ സൂര്യ തേജസ്സായിരുന്നു നമ്മളെ വിട്ടു കടന്നുപോയ പ്രിയപ്പെട്ട ഗീത കൃഷ്ണ. ആ വിയോഗം നമ്മളെല്ലാവരെയും വലിയ ദുഃഖത്തിലാക്കി. കുടുംബത്തിന് മാത്രമല്ല, ദേശത്തിന് തന്നെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു കസ്മ. എത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, എത്ര സാമൂഹ്യക്ഷേമ പദ്ധതികൾ, അതിനെല്ലാം നേതൃത്വം എടുക്കുകയും അകമഴിഞ്ഞ സഹകരണവും സഹായവും ചെയ്തിരുന്ന കസ്മ. സഹായ അഭ്യർത്ഥനയുമായി ആ പടിവാതിൽ കടന്നെത്തുന്ന, ഭവനത്തിൻ്റെ പടിവാതിൽ കടന്നെത്തുന്ന ഏവർക്കും നിരാശയോടെ തിരിച്ചു പോരേണ്ടി വന്നിട്ടില്ല എന്നുള്ള വാസ്തവം.
കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള വലിയ സുഹൃത്ത് ബന്ധങ്ങൾ കുടുംബത്തിലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടത് വലിയൊരു എഴുത്തിമേനയാണ്. ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഏറ്റവും കാര്യമായി അന്വേഷിക്കുകയും വേണ്ട ഉപദേശവും കരുതലും സ്നേഹവും ധാരാളമായി ഞങ്ങളിൽ ചൊരിയുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വലിയൊരു എഴുത്തിമേനയാണ് നഷ്ടപ്പെട്ടത്. സഭയ്ക്കും വലിയൊരു തീരാനഷ്ടമാണ് ബസ്മയുടെ വിയോഗം സൃഷ്ടിച്ചത്. ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന, എത്രയോ വേദികളിൽ സുവിശേഷ ഘോഷണം നടത്തുന്ന, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന, വേദപുസ്തകത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കൊച്ചുമ്മ. കൊച്ചുമ്മയുടെ 71 വർഷത്തെ ധന്യമായ ജീവിതത്തെ ഓർത്ത് വലിയനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൊച്ചുമ്മ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച നല്ല മൂല്യങ്ങൾ എല്ലാം പിന്തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമതി ഗീത അബ്രഹാം അവരൊരു വ്യക്തിയായിരുന്നില്ല, ഒരു പ്രസ്ഥാനമായിരുന്നു. പ്രശസ്തമായ മയിൽവാഹനം തറവാട്ടിലെ ഒരു അംഗമായിരുന്നു അവർ. ഈ നാടിന് തന്നെ ഒരമ്മയായി അംഗീകരിക്കപ്പെടുന്ന നിലയിലേക്ക് അവരുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ ജീവകാരുണ്യപരവും സാമൂഹ്യ പ്രതിബദ്ധതയിൽ അധിഷ്ഠിതവുമായ അവരുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കുകയുണ്ടായി. ഞാൻ ഷൊർണൂരിൻ്റെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇവരുമായി അടുത്ത് ഇടപഴകാനുള്ള അവസരമുണ്ടായത്. അതിൻ്റെ ഭാഗമായി പരസ്പരം അവരെ മനസ്സിലാക്കാനും അവരുടെ കഴിവുകൾ തിരിച്ചറിയാനും എനിക്ക് സാധ്യമായിട്ടുണ്ട്. അവരുടെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഒട്ടേറെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. റോട്ടറി ക്ലബിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന നിലയിൽ നിറസാന്നിധ്യമായിരുന്നു അവർ. ഗീത അബ്രഹത്തെ ഞാൻ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത ഇപ്രകാരമാണ്: എത്ര സ്നേഹമുള്ള, കരുതലുള്ള, സന്തോഷവതിയായ ഒരു വ്യക്തി. എപ്പോഴും പ്രസന്നവദനയായിട്ടാണ് ഗീതയെ ഞാൻ കണ്ടിട്ടുള്ളത്. സംസാരത്തിൽ തുറവിയും ലാളിത്യവും പെരുമാറ്റത്തിൽ ആദരവും എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ദൈവാശ്രയ ബോധത്തോടെ ഗീത ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിൽ അവസാനിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രത്യേകമായി പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ഭവനരഹിതരോടും രോഗികളോടും ഗീതയ്ക്ക് വലിയ മനസ്സലിവായിരുന്നു. ഔദാര്യത്തോടെ തന്നെ ഗീത അവർക്ക് നേരെ സഹായഹസ്തം നീട്ടിയിരുന്നു. ഈ കുടുംബത്തിൽ ഒരു നല്ല ഭാര്യ, അബ്രഹത്തിന് നല്ലൊരു ജീവിത പങ്കാളി, മക്കളായ രോഹനെയും രൂപയെയും നന്നായി വളർത്തി പഠിപ്പിച്ചു. അവരുടെ കലാവാസനകളെല്ലാം വികസിപ്പിച്ചെടുക്കാൻ വേണ്ട പ്രോത്സാഹനങ്ങളെല്ലാം നൽകി അവരെ വലുതാക്കി. ഈ കുടുംബിനി എന്നതിന് പുറമേ നിരവധിയായ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ആത്മാർത്ഥതയോടും തീക്ഷ്ണതയോടും കൂടെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഗീത. Her smile, and especially everyone who is fortunate enough to know her, will remember her laughter and her unique presence wherever she went, especially at weddings and events. Everyone could know that she was there because she had that loud voice
and her presence was easily felt. Whether in organizing events, a voice everyone could hear, whether it is at the church, the school talks, and also the marriages she has officiated with grace. I really remember my mother conducting more than 40 marriages. That is in my family and also for our friends and extended family. She had that charisma and that power and that passion to conduct marriages. She really loved that. വളരെ പെട്ടെന്ന് തന്നെ ഗീത ചേച്ചി ഷൊർണൂർ റോട്ടറിയുടെ ചുക്കാൻ ഏറ്റെടുക്കുകയും നിരവധിയായ പ്രോജക്റ്റുകൾ, അത് ആര് പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ എന്നുള്ളതല്ല, ചേച്ചി രാവിലെ എണീച്ച് പ്രോജക്റ്റുകൾ പറയുക, അത് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്ന് തൊട്ടിട്ടുള്ള ഞങ്ങളുടെ റൊട്ടീൻ. നിരവധിയായ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും മേജറായി ചെയ്ത പ്രോജക്റ്റ് 2014 ഷൊർണൂർ ചെറുതുരുത്തി പാലിയേറ്റീവ് കെയറുകൾക്ക് 2 വാനുകൾ നൽകിക്കൊണ്ടാണ്. അതിൻ്റെ താക്കോൽ ദാനം നടത്തിയത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറായിരുന്നു. അതിനുശേഷം അതിൻ്റെ അടുത്ത വർഷം ചേച്ചി പ്രസിഡൻ്റായിരുന്ന കാലം, അന്ന് റോട്ടറി ഡിസ്ട്രിക്ട് 3201 എന്ന് പറഞ്ഞ കോയമ്പത്തൂർ തൊട്ട് എറണാകുളം വരെയുള്ള 126ഓളം ക്ലബ്ബുകളിൽ ബെസ്റ്റ് പ്രസിഡൻ്റായി ചേച്ചിയെ തിരഞ്ഞെടുത്തു. അതും ചേച്ചിയുടെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ചേച്ചി അങ്ങനെ ബെസ്റ്റ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം 2019 ഞാൻ സെക്രട്ടറി ആയിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് അഷ്റഫ് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് 13 വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള ഒരു ഫണ്ട് റോട്ടറി ഇൻ്റർനാഷണലിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അത് 65 ലക്ഷം രൂപ. അതിൻ്റെ ഫുൾ എഴുത്തുകുത്തുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയത് ഗിരിചേച്ചിയാണ്. അതിൻ്റെ നിർമ്മാണം കുറച്ച് താമസിച്ച് ഒരു 3 വർഷത്തിന് ശേഷമാണ് പൂർത്തീകരിച്ചിരുന്നെങ്കിലും താക്കോൽദാനം നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2022 താക്കോൽദാനം നടത്തിയത്. പക്ഷെ അന്ന് ചേച്ചിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയത്. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷവും 13 വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നൽകാനുള്ള ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഇതിനെല്ലാം മുൻപന്തിയിൽ നിന്ന് ഞങ്ങളെ നയിച്ചത് ഗിരിചേച്ചിയാണ്. ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടാകുകയാണ്, ഇതെങ്ങനെ നടത്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ടും ഗിരിചേച്ചി എത്തിയിരുന്നു. ചേച്ചിയുടെ വിയോഗം ഷൊർണൂർ റോട്ടറിക്ക് ഒരു തീരാ നഷ്ടമാണ്. ഷൊർണൂർ റോട്ടറിക്ക് എന്നുള്ളതല്ല, നമ്മളുടെ സേവനം ആവശ്യമായിട്ടുള്ള ഈ മേഖലയിലെ ജനങ്ങൾക്കടക്കം ചേച്ചിയുടെ വിയോഗം ഒരു തീരാ നഷ്ടമാണ്. ഗീത ചേച്ചിയുടെ വിയോഗം ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഉണ്ടായിട്ടുള്ള നഷ്ടം നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുകയില്ല. സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകളില്ലാത്ത ഒരു ദിവസം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി കാണില്ല. ദിവസവും 100 കണക്കിന് അപേക്ഷകൾ വീട് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചുറപ്പുള്ളൊരു വീടിന് വേണ്ടി, രോഗികളായ കുട്ടികൾക്ക് വേണ്ടി, അച്ഛനമ്മമാർക്ക് വേണ്ടി, അവരുടെ ഭർത്തക്കന്മാർക്ക് വേണ്ടി, എന്നിങ്ങനെ 100 കണക്കിന് അപേക്ഷകൾ മിക്കവയും അവർക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. കഴിയാത്തവ അവരുടെ ഫ്രണ്ട്സ് വഴിയും റിലേറ്റീവ്സ് വഴിയും മറ്റ് ബിസിനസ് ഫേംസ് വഴിയും അവർ സാധിച്ചു കൊടുത്തിരുന്നു. അവർക്ക് പകരമായി ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു വ്യക്തിത്വം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗീത കൊച്ചമ്മ നല്ലൊരു വ്യക്തിയായിരുന്നു. പല ഉപകാരങ്ങളും എപ്പോൾ ചെന്നാലും നല്ല സ്വീകരണവും, അങ്ങനെ ഒരു ഫാമിലി ഫ്രണ്ട്സ് പോലെയാണ് എന്നെ കണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ചെന്നാൽ അതിപ്പോൾ ഇന്ന് ചെയ്തില്ലെങ്കിലും നാളെ വരുമെന്ന് പറഞ്ഞാൽ അത് നാളെ ചെയ്യും. അങ്ങനെ പല ഉപകാരങ്ങളും പലർക്കും ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളും എനിക്കറിയാം. പിന്നെ അവരായിട്ട് ബന്ധപ്പെട്ടത് മുതലാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവാൻ തന്നെ കാരണം. മനസ്സിലായി? അതിന് ഞാനും എൻ്റെ കുടുംബവും എന്നും അവരെ ഓർമ്മിക്കും. പിന്നെ നല്ല നല്ല കാര്യങ്ങളെ അവർ ചെയ്തിട്ടുള്ളൂ. അവരെ പറ്റി നല്ല കാര്യങ്ങൾ ആർക്കും പറയാനും ഉള്ളൂ. ആര് പാവപ്പെട്ടവനായാലും ഇനിയിപ്പോൾ കഴിവുള്ള ഒരാൾ ചെന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും അതിനൊന്നും ഒരു തടസ്സവും പറയില്ല. കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിന് സുഖമായി ജീവിക്കാൻ ചെറിയൊരു വീടാണെങ്കിലും നല്ലൊരു വീട് സമ്മാനിച്ചു. അതെന്നും ഓർമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട ഗീത
അബ്രഹാം അന്തരിച്ചു പോയ ഗീതാമ്മാമിന് വേണ്ടി ഇങ്ങനൊരു അഭിമുഖത്തിന് നിൽക്കണമെന്ന് ജീവിതത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല. വയസ്സിൽ വളരെയധികം താഴ്ന്ന ഒരു സ്ത്രീ ആയിരുന്നതിനേക്കാൾ വളരെ ചുരുക്കമാണ്. മയിൽവാനം ഗീതച്ചേച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹൽ വ്യക്തിയെ കുറേ കാലമായി അറിയുമെങ്കിലും എൻ്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റോട്ടറി ക്ലബ്ബിൽ തുടങ്ങിയ ശേഷം മരോള് എന്ന് ഞാൻ വിളിച്ചിരുന്ന റോട്ടേറിയൻ ഗീത അബ്രഹാമിനെ ഒരു കാലത്തും മറക്കുവാൻ പറ്റില്ല. എന്നെ കാർണോർ എന്ന് ഉച്ചത്തിൽ വിളിച്ചിരുന്ന ആ വലിയ ശബ്ദം, ആ ഭാവം ഈയിടെ നടന്ന റോട്ടറി ഡിസ്ട്രിക്ട് കോൺഫറൻസിൽ തൃശ്ശൂർ ഹയാത്ത് ഹോട്ടൽ ഹാളിൽ അനുഭവിക്കുകയുണ്ടായി. അന്തരിച്ച ലീഡർമാരുടെ ഡിജിറ്റൽ ഛായാചിത്രം സ്ക്രീനിൽ പ്രദർശിച്ചപ്പോൾ ശരിക്കും ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഷൊർണൂർ ക്ലബ്ബ് നടത്തിയ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ റോട്ടറി ക്ലബ്ബുകൾ എന്താണ് എന്ന് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ഉണ്ടാക്കിയ റോട്ടറി ഇമേജിന് ശ്ലാഘനീയം തന്നെ. ഞങ്ങളുടെ റോട്ടറി ഡിസ്ട്രിക്റ്റിലെ ഒന്നാമത്തെ ലേഡി റോട്ടറി ഗവർണർ എന്ന പദവിയിലേക്ക് എത്തിക്കണമെന്ന മോഹം സബലീകരിക്കാൻ പറ്റിയില്ല. വിശിഷ്ട വ്യക്തികൾക്ക് തലയിൽ തൊപ്പി വെച്ച് ആദരിക്കുന്ന ഇവരുടെ അതിഥി സംസ്കാരം ലോകപ്രസിദ്ധമായി. കുറേ കാലമായി ഓണസമയത്ത് കായക്കൊലയും വിഷുവിന് തൻ്റെ തോട്ടത്തിലെ മാമ്പഴവും ക്രിസ്മസ് കാലത്ത് സ്വാദിഷ്ടമായ കേക്കുകളും കൊടുത്തയച്ചിരുന്ന ഇത് ഈ ക്രിസ്മസ് മുതൽക്ക് ഇല്ലാതായിപ്പോയി. അവരുടെ സ്നേഹാദരങ്ങൾ ഒരു ഓർമ്മയായി മാറി. ഇന്ന് ഇവരുടെ കാരുണ്യപ്രവർത്തനങ്ങൾ ഇവരുടെ കൂടെ നിന്നിരുന്ന ഭർത്താവ്, ഞങ്ങളുടെ എല്ലാവരുടെയും തമ്പാച്ചൻ അബ്രഹാം, മക്കൾക്കുണ്ടായ നഷ്ടം നാട്ടുകാരുടെയും പല സുഹൃത്തുക്കളുടെയും പറഞ്ഞറിയിക്കാൻ പ്രയാസം തന്നെയാണ്. എ ബിഗ് സല്യൂട്ട് ടു മൈ ജി ഗീത ദ ഗ്രേറ്റ്. റോട്ടറിക്ക് തീരാ നഷ്ടം തന്നെയാണ്. ജയ് റോട്ടറി. She was a go-getter, energetic, making everything feel just right. She loved honoring people, whether it is with the Ponnada or with the Kireedam. She loved honoring personalities from different backgrounds. It can be poets, legends, inspiring people, women, political leaders. She loved honoring them and sharing her thoughts with delights. There were no dull moments in her life. She was always discussing new ideas, new projects, visions with zest. And she was really a voice for all, and she was really good at problem solving. I really remember now at this moment, so many of my family members used to call her, when there were disputes. So she had a golden hand in solving problems, and she was a true giver, because she always found love in giving, and she always advocated be a giver. And that is also a selfless giver. And giving is not only the money, but also our ideas, talents, thoughts, and our time. So she had that giving spirit, felt wherever she went. And she would visit family and friends with the best of fruits from our yard. I even remember, the jackfruit and our real good variety of mangoes called the Jahangir variety, which is grown mostly in Shornur areas. She used to give all these fruits to our relatives and friends, and she would make smiles, and she was always the reason for a smile. And she was always, honoring, appreciating, acknowledging all, and forever in hearts. So she lived in hearts, and she continues to live in hearts. So from Alleppey's tender sky, where backwaters serenade, my mother was very fond of the beach. I remember her traveling always to Alleppey, or I would say she will find a reason to travel to Alleppey and stay at her parents' house. So that house actually got sold in August, and the coincidence was that my mother passed away the next month itself. She was very much attached to that Alleppey house, and she would make frequent visits to Alleppey to stay at her parents' house, and she would go to the St. Thomas Orthodox Syrian Church at Valicheri
Alleppey and, visit the tomb of her parents and put flowers and pay homage. And then she would visit the beach, and she loved, flying kites. She was that vibrant personality, flying kites, and everybody who knows her, who are really fortunate to know her, will say that she was like a butterfly, very vibrant. So her presence, an opus transcending time's cage. In hues of love, she painted each day, whether it is sisters, brothers, kinfolk, in her warmth-held sway. She was the heartbeat of our Chemrikat Mailvahanam family and the soul of Shornur in her deeds. So whether it is poetry, dance or veena, art's sacred embrace, she wove a tapestry, a lyrical grace, and she was a voice untamed. In each trial, a triumph named. Legacy blooms in gardens. Statues stand tall. Geeta in Shornur, a timeless call. So this is a journey of my mother, who was born in November 16th, 1952, and who transcended this earthly realm on September 15th, 2023. So a journey from Alleppey, the Venice of East, to Shornur, the Sheffield of Kerala, near the Bharatapuzha or the Nila River. So 48 years of her life in Shornur. I'm grateful that I'm given this opportunity to express my tribute to Geeta ma'am through my words. To me, Geeta ma'am is an embodiment of a whirlpool of energies into which she attracts each and every person around her. I have observed her as a person who preaches less and does more. She is the first person, in fact, in Shornur who has recognized me as a teacher, as a HM, and as a consultant psychologist. She has given me ample opportunities which has helped me to grow to this extent. And of course, I'm indebted to her for what I am today. She's the one who introduced me into the Rotary Club. But unfortunately, I feel like a child who's left halfway through, through her demise. I pay my respects to her departed soul. I do miss her many a time. ഞാൻ ഡോക്ടർ തമ്പി ഗീത എബ്രഹാം, അതായത് എൻ്റെ ചേട്ടത്തിയമ്മ എന്ന് പറയുന്നത് എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫാണ്. എൻ്റെയൊക്കെ വളരെ ചെറുപ്പം മുതലേ എന്ന് പറഞ്ഞാൽ ഒരു 16-17 വയസ്സിൽ തന്നെ ആണ് ചേട്ടത്തി ഇവിടെ ആദ്യമായിട്ട് വന്നത്. അന്ന് മുതലേ ഞങ്ങളും ഞങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധവും വർത്തമാനവും ഇൻറ്ററാക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു. ഞങ്ങളുടെ ഫാമിലിക്ക് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു സ്റ്റിമുലേഷനും ഒരു സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു റെഗുലർ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോഴാണ് ഇത് എല്ലാം നോട്ടീസ് ചെയ്തത് തന്നെ. അപ്പോഴേക്കും ടു ലേറ്റ് ആയെന്ന് ഈ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു നഷ്ടമാണത്. ഞങ്ങളുടെയൊക്കെ ഒരു ഫേസ് ആയിരുന്നു അത്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഫേസ് ആയിരുന്നു. She was a wonderful mother and also a grandmother. So my children always say that the grandmother Ammachi, in the garden of their hearts, her love blooms forever. Though she is gone,
Her warmth and wisdom guide them, creating a legacy that time can never erase. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂരായിരുന്നു. അതുപോലെ ലോക്കോ ഷെഡും കേരളത്തിലെ ഏറ്റവും വലിയ ലോക്കോ ഷെഡ് ഷൊർണൂരായിരുന്നു. 24 മണിക്കൂറും ലോക്കോ ഷെഡ് പ്രവർത്തിച്ചിരുന്നു. അതുപോലെ 24 മണിക്കൂറും ഷൊർണൂർ ഫോം ജനനിബിഡമായിരുന്നു. അതിനും സമാന്തരമായിട്ട് മൈതാനം ബസ് സർവീസ് ഷൊർണൂർ അതിൻ്റെ ഹെഡ് ഓഫീസായിട്ട് പാലക്കാട് ജില്ല മുഴുവനും കോഴിക്കോട് ജില്ലയിലും വ്യാപിച്ചു കിടന്നിരുന്നു. അന്ന് മലപ്പുറം ജില്ല രൂപീകൃതമായിട്ടില്ല. ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്ന പല മൈതാനം ബസ്സുകളും പുതിയ പുതിയ സ്ഥലങ്ങൾ സർവീസ് നടത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. ബസ് സർവീസ് തുടങ്ങിയ ശേഷം കരുവാരക്കുണ്ട്, എണ്ണപ്പാടം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ബസ് ഒരു 1069 പെരിന്തൽമണ്ണ ബസ് രാവിലെ 9 മണിക്ക് കൃത്യം എല്ലാം ജനനിബിഡമായിരുന്നു. നല്ല ജനത്തിരക്കായിരുന്നു. എല്ലാ ബസ്സുകളും ഉണ്ടായിരുന്നു. ഇതുപോലെ കോഴിക്കോട് പത്തനാപുരം എന്നൊരു ഉൾനാടൻ ഗ്രാമപ്രദേശം അന്ന് ബസ് സർവീസ് നടത്തുമ്പോൾ അന്ന് എൻ്റെ ബന്ധുവായ MLA ബാലേട്ടൻ ചോദിക്കണ്ടേ, എടോ കൊല്ലത്തല്ലേ പത്തനാപുരം, നമ്മുടെ ഗണേഷ് കുമാർ ബാലകൃഷ്ണന്റെ നാട്, അവിടെയല്ലേ പത്തനാപുരം ഉള്ളത് ചോദിക്കുന്നത്. അല്ല, കോഴിക്കോടിനടുത്ത് ഒരു ചെറിയ ഗ്രാമപ്രദേശമുണ്ട് പത്തനാപുരം എന്ന പേര്, അവിടേക്കാണ് ഈ ബസ് സർവീസ്. ഗീത ചേച്ചിനെ കുറിച്ച് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ഇന്നും മരിക്കാത്ത ഒരു ഓർമ്മയുമായിട്ടാണ് ഞങ്ങളുടെ മനസ്സിൽ കാണുന്നത്. വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ പലപ്പോഴും കടന്നു വരുമ്പോൾ ഈ കുട്ടികളോട് കൂടി ആടിയും പാടിയും ഇവരിൽ ഒരാളായിട്ട് ഈ ഗീത ചേച്ചി വർത്തിച്ചിരുന്നു. പിന്നെ ഈ ചേച്ചി നല്ലൊരു സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ റോട്ടറി ക്ലബ്ബ് വഴി, പ്രത്യേകിച്ച് ഗീത ചേച്ചി വഴി റോട്ടറി ക്ലബ്ബിലൂടെ ഞങ്ങൾക്കൊരു എന്താ പറയുക ഇൻ്റഗ്രേഷൻ സെൻസറി റൂം ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരുകയുണ്ടായി. അത് ഒത്തിരി ഇഫക്റ്റീവായിരുന്നു. ഈ കുട്ടികളെ സംബന്ധിച്ച് അത് വളരെ അവരുടെയൊക്കെ കോർഡിനേഷൻ, അവരുടെ എല്ലാ സെൻസറികൾക്കും ഒത്തിരി ഇഫക്റ്റീവായിട്ടുള്ളൊരു ഇതാണ് സെൻസറി റൂമിലൂടെ ഇവർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചേച്ചിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഒരു ചേച്ചിയായിട്ട്, ഒരു അമ്മയായിട്ട്, ഒരു സഹോദരിയായിട്ട്, ഒരു സഹപ്രവർത്തകയായിട്ടാണ് ഈ ചേച്ചിയെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ചേച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം സന്തോഷമാണ് ഞങ്ങൾക്ക് ഉള്ളിൽ അനുഭവപ്പെടുന്നത്. ഞങ്ങളുടെ ഉള്ളിലുള്ള ഫീലിംഗ് യഥാർത്ഥത്തിൽ സന്തോഷം മാത്രമാണ്. കാരണം ഇപ്പോഴും ഞങ്ങൾ ആ ചേച്ചിയുടെ സഹകരിച്ചിരുന്ന ആ മനോഭാവം ഇപ്പോഴും ഞങ്ങളുടെ ഈ സ്കൂളിൽ കോൺവെൻറ്റിൽ ആ ചേച്ചിയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഗീത ചേച്ചി എന്ന ഗീത എബ്രഹാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ അനേകം കാര്യങ്ങളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുള്ള ബന്ധം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഊഷ്മളമായ ഒരു സ്നേഹനിധിയായ ഒരു അമ്മയുടെ രൂപമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പിന്നെ ഗീത ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ ഷൊർണൂരുകാരുടെ പ്രിയങ്കരിയായ ചേച്ചിയായിരുന്നു. അവർ ചെയ്തു പോന്നിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളെ കൈയറിഞ്ഞ് സഹായിക്കുന്ന രീതി, ആര് തന്നെ സങ്കടം പറഞ്ഞാലും അതിനൊരു പരിഹാരം കാണുന്ന രീതി, അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ അവരുടെ ജീവിത പാന്താവിൽ അവർ ചെയ്തിട്ടുണ്ട്. അത്രയും മഹത്തരമായ ഒരു മനസ്സിനുടമയായ ഒരു സ്ത്രീ ജന്മത്തെ ഷൊർണൂരിൽ കാണുവാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വിഷമമേറിയ പല സാഹചര്യങ്ങളിലും പല ഘട്ടങ്ങളിലൂടെയും ഞാൻ കടന്നു പോയപ്പോൾ ഒരു അമ്മയുടെയും അതുപോലെ തന്നെ ഒരു സഹോദരിയുടെയും എല്ലാവിധ സഹായവും തണലും തന്ന് എന്നെ ഏറ്റവും കൂടുതൽ എനർജൈസ് ചെയ്തിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ഗീത ചേച്ചി. അതിലുപരി ഷൊർണൂരിലെ റോട്ടറി ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന മേഖലയിൽ അവർ നടത്തി വന്നിട്ടുള്ള ഇടപെടലുകൾ, അതിലൂടെ അനേകം ആളുകൾക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള സഹായവും ചെയ്തു വരുന്നിരുന്നു. അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് കാര്യങ്ങളിൽ
അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഗീത ചേച്ചിയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ അത് വലിയ ഒരു സങ്കടത്തിന് ആരംഭം കുറിക്കുക. കാരണം അവർ നമ്മെ വിട്ടുപോയത് എത്ര പെട്ടെന്നായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുള്ള ദുഃഖമുള്ള ഒരു വാർത്തയാണ്. അത് തീർച്ചയായും ഷൊർണൂരിലും ഈ പരിസര പ്രദേശത്തും പ്രത്യേകിച്ച് ചേച്ചിയുമായി അടുത്തിടപഴകിയ എല്ലാവർക്കും തന്നെ വലിയ ഒരു നികത്താനാവാത്ത വിടവാണെന്ന് വേണം എനിക്ക് പറയുവാൻ. എന്തായാലും ചേച്ചിയെ കുറിച്ച് ഈ ഓർമ്മകൾ അയവിറക്കുമ്പോൾ അതിന് അതിമനോഹരമായ ഒരു ചാരിതാർത്ഥ്യത്തിന്റെ ഒരു ഭാഗം കൂടി ഉണ്ടെന്നുള്ള വസ്തുത എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്ക് പറയുവാൻ കഴിയും. Here is the story of my mother, who was Mary Jacob or Kochuvava of the Vallakalil family, who came to Shornur as Geeta Abraham, and her life well lived and a legacy left behind for her children and grandchildren. So I feel at this moment that even though she is no more with us, she has left for her heavenly abode. Her thoughts and visions, they continue to live through us, because I believe in a philosophy that whatever we do in this earth, if it has the signature of God, it will continue even after we pass away from this earth. So her memories and her actions, they continue to touch lives which she has carved in the minds and hearts of people. Every time my feet touches the ground, I know that I am not alone. My mother is with me. Not only my mother, but my grandparents and great-grandparents whom I love, adore and respect a lot. So this is not my feet, but it is our feet, and together we continue the journey. സൗഹൃദ സുന്ദര സുരഭില ഗീതം സ്നേഹലാലസ സുഖകര